ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി സോയ ചങ്ക്സ്. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ വെള്ളം എടുത്തു. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ് ഇത്രയും ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. സോയ ചങ്ക്സിന് ഒരുതരം സ്മെല്ലുണ്ട്. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇട്ട് തിളപ്പിക്കുന്നത്. തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം അതിൽ കിടന്ന് വേവട്ടെ. ഈ സമയം നമുക്കൊരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുക്കാം. ഇപ്പം വെന്തിട്ടുണ്ട്. നമുക്കതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ അത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതിനെ പിഴിഞ്ഞെടുത്ത് മാറ്റാം. ഇപ്പോൾ എല്ലാം പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് നേരം അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഈ സോയ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഓയിൽ തന്നെയാണ് ഞാനിനി അടുത്ത് വറക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ്, മല്ലിയിലയുടെ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം, അര ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വിനിഗർ ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് കുറുകി വരട്ടെ. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ
ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.